ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ട്. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയില്ലേ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുട്ടാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ലേ. ഞാൻ ഒരു കപ്പ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീനാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ ഒരെണ്ണം ഫുള്ളൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പാലൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പുട്ടിന് ചെറിയൊരു പശപ്പശപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് കംപ്ലീറ്റ്ലി ഒന്ന് ഒഴിവാക്കുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നോർമൽ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിന് കുഴക്കുന്നത്. നന്നായിട്ടൊന്ന് ഫോക്ക് യൂസ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നോർമൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാ വെള്ളമാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ തേങ്ങ ഇട്ട് നമ്മൾ ആ ഒരു പുട്ടിൻ്റെ മിക്സൊക്കെ ആഡ് ചെയ്ത് വീണ്ടും മേളിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊരു 6-7 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഞാനിപ്പം സൈഡായിട്ട് വെക്കുന്ന ഫ്രഞ്ച് ഫ്രൈ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ